അപ്പോൾ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ നമ്മൾ പുതിയൊരു റൈഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈഡ് പോകുന്നത് MTBയിലാട്ടോ. ട്രക്കിൻ്റെ മാർലിൻ 6 ആണ്. ഇത് നമ്മുടെ കോട്ടയം വെലോഡ്രോമിലെ ബൈക്കാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ബൈക്ക് എന്തെന്ന് വെച്ചാൽ ഇതേ ഇരിക്കുന്നു, മൊത്തം പണി കിട്ടി കട്ടപ്പുറത്താട്ടോ ഒരാഴ്ചയായിട്ട്. കഴിഞ്ഞ ഒരു റൈഡ് വീഡിയോ കണ്ടവർക്ക് അറിയാം, റണ്ണിങ്ങിൽ നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ടയർ പൊട്ടിപ്പോയായിരുന്നു, അങ്ങനെ കൊണ്ട് വെച്ചേക്കണാണ്. ആക്ച്വലി ഞാൻ ടയർ ഓർഡർ ചെയ്തിട്ട് ഒരു 2 ആഴ്ച മേളിലായി, ഇതുവരെ ടയർ വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. നമ്മൾ ഷ്വാൽബയുടെ മാരത്തോണാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ MTB ആണ് ഈ റൈഡിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ MTB കൊണ്ടാണുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈഡ് സീരീസ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ MTB എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് നമ്മൾ പോകുന്നത്, ആ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് മെയ് 4 ശനിയാഴ്ച ആയിരിക്കും. ആ ഒരു ശനിയാഴ്ച ഏർലി മോർണിംഗ് തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു റൈഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാർലിൻ 6 നമ്മളിത് വെച്ചിട്ട് 1-2 ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. വെലോഡ്രോമിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള കേട്ടോ. ഞാൻ ഇന്നലെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി ലഗേജ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. ഡി ഗ്രൂപ്പ് സെറ്റും ഹൈഡ്രോളിക് ബ്രേക്കൊക്കെ വരുന്ന വണ്ടിയാണ്. ഓഫ് റോഡ് ചെയ്യാനുള്ള എന്തായാലും നല്ലൊരു സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. പിന്നെ MTB സ്വന്തമായിട്ട് എടുക്കണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. ആ ഒരു എന്താ വെച്ചാൽ നമ്മുടെ ഒരു സൈക്ലിംഗ് വ്ളോഗ് ചെയ്യണ ഒരാളെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യണം, അതിൻ്റെ ബാക്കിലുള്ള എഫോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. കാരണം ചിലപ്പോൾ ഒരു ദിവസം മൊത്തം സൈക്കിൾ ചവിട്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നല്ലൊരു സപ്പോർട്ട്, നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ ഓഫ് റോഡിന് ഒരു ക്ഷാമമില്ല. നമുക്ക് എവിടെ തിരിഞ്ഞാലും ഇഷ്ടംപോലെ ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരുപാട് ടെറൈൻസ് കിട്ടും. അപ്പോൾ സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ടായാലും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അടിപൊളി വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അത്രയും കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. പിന്നെ വെലോഡ്രോം, നമ്മുടെ കോട്ടയത്ത് വെലോഡ്രോം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് തരുന്ന ഒരു ടീം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റൈഡിന് വേണ്ടിയിട്ട് നമുക്ക് ട്രിവാൻഡ്രത്തെ വെനിബോ സ്പോർട്സ് ജേഴ്സി മാനുഫാക്ചേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു ചെറിയ സപ്പോർട്ടോടെ ഈ ഒരു റൈഡിന് നമുക്ക് അവർ തരുന്നുണ്ട്. അവരുടെ ജേഴ്സീസ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു റൈഡിനൊക്കെ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പറയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരു 4-5 എപ്പിസോഡൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ കേട്ടോ. ഇടുക്കി ജില്ലയിലാണ്. സ്ഥലം ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ സസ്പെൻസാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അടിപൊളി ഓഫ് റോഡ് ടെറൈൻസ് ഒക്കെ ഉള്ളൊരു പ്ലേസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഒരു 2 ദിവസം മിനിമം ഒന്ന് താമസിച്ചിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എന്തായാലും പോകുന്നത്. അപ്പം എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാട്ടോ. എല്ലാവരും ഈ വീഡിയോ കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഫണ്ടൊക്കെ കയ്യിൽ വന്നാൽ നമുക്ക് നല്ല ബൈക്കൊക്കെ എടുക്കാം. ആ ഒരു ഫണ്ടൊക്കെ ഇല്ല, അതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ ഒരു പെൻഡിങ്ങിൽ വെച്ചേക്കണേ. കുറേ കാര്യങ്ങളൊക്കെ ചാനലിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും ചെയ്യും. ഒന്നാമത് സൈക്ലിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അത്ര ഒരു ആക്റ്റീവ് അല്ല. ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയില്ല. നിസ്സാരം ഞാൻ അന്ന് ആ പൊന്മുടിയിൽ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോയത്, അത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് നടക്കണ ഏഷ്യൻ മൗണ്ടൻ ബൈക്കിംഗ് ചാമ്പ്യൻഷിപ്പ്. അത് കാണാൻ പോലും അവിടെയുള്ള തിരുവനന്തപുരത്തുകാർ പോലും വളരെ കുറവാണ്. അപ്പം അറിയാലോ നമ്മുടെ ഈ ഒരു സൈക്ലിംഗ് എത്രമാത്രം വലുതാണെന്ന് ഈ ഒരു കേരളത്തിൽ. അപ്പം നമ്മളെ കൊണ്ടുവന്ന് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം സൈക്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം. ഒരുപാട് പ്ലാനിങ് മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്തായാലും നമുക്ക് അടുത്ത ഒരു ഫസ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.